ഹായ് ഓൾ, അസ്സലാമലൈക്കും. മാരിയാണ് ഫ്രം മാരി സവ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കാൻ തന്നെയാണ് ആഗ്രഹം. പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മളെ സ്നേഹിക്കുന്നവരെല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നോമ്പൊക്കെ കഴിയാറായി. ഇനി നമ്മുടെ മൈലാഞ്ചി മൊഞ്ചുള്ള പെരുന്നാറാവിനെ വരവേൽക്കാനായിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നെഗമൊക്കെ നല്ല ഭംഗിയിൽ ചുമപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സംഭവം റെഡിയാക്കി. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുപോലെ റെഡിയാക്കി നോക്കുന്നത്. പക്ഷേ എന്താ പറയുക, ഞാൻ വിചാരിച്ചതിനേക്കാൾ നല്ല 100% മനസ്സിന് തൃപ്തിയായിട്ടുള്ള ഒരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പം എന്തായാലും അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവം നമ്മുടെ വീട്ടിലെ അടുക്കളയിലൊക്കെ തന്നെയുള്ള നിസ്സാര സംഭവം ഉപയോഗിച്ചിട്ട് വെറും 5 മിനിറ്റ് മുടക്കിയിട്ടാണ് ഞാൻ ഈ സംഭവം റെഡിയാക്കിയിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട്, എത്രത്തോളം നല്ല കളറിലാണ് എൻ്റെ നഖം കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തിട്ടുള്ളതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഒറ്റ തവണ ഇട്ടിട്ടുള്ള കളറാണ്. ഇതിപ്പോൾ റിമൂവ് ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും നഖം ഒന്നുകൂടി നല്ല ഭംഗിക്ക് ചുമന്നു വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് 100% ഇഷ്ടമായിട്ടുള്ള ഒരു സംഭവമാണെന്ന്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് വേണ്ടത് കാപ്പിപ്പൊടിയാണ് കേട്ടോ. എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമെന്ന് എനിക്കറിയാം ഈ ഒരു കാപ്പിപ്പൊടിയാണ്. അപ്പോൾ 2 രൂപയുടെ കാപ്പിപ്പൊടിയുടെ 2 കവറാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. നിങ്ങൾ വേണമെങ്കിൽ 5 രൂപയുടെ ഒരു കവർ എടുത്തോ. ഇനി കാപ്പിപ്പൊടി ഒരു സ്റ്റീലിന്റെ ഇതുപോലുള്ളൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കാരണം നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിലേക്ക് വേണം നമ്മൾ ഇത് പൊട്ടിച്ചിട്ട് കൊടുക്കാൻ. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗ്രാനുൾസ് ടൈപ്പിലുള്ള പഞ്ചസാരയാണ്. അതിനേക്കാൾ നല്ലത് പൊടിയായിട്ടുള്ള പഞ്ചസാരയാണ്. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല, എങ്കിലും കുറച്ചും കൂടെ നല്ലത് എനിക്ക് തോന്നുന്നു പൊടിയാണെന്ന്. അപ്പോൾ 3 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു നല്ല ഉണങ്ങിയ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഈ കോഫി പൗഡറും അതുപോലെ തന്നെ പഞ്ചസാരയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സ്പൂണിൽ വെള്ളം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം എൻ്റെ സ്പൂണിൽ ചെറിയൊരു നനവ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സ്പൂണിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇനി ഇത് വകഞ്ഞ് വെച്ചിട്ട് നടുഭാഗം ഇതേപോലെ ഒന്ന് കാലിയാക്കി വെക്കുക. ഒരു പാത്രം, അതും ഉണങ്ങി നല്ലൊരു പാത്രം ഇതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് ഗ്യാസിൽ വെച്ച് തീ കത്തിച്ച് സിമ്മിലിടുക. ഏറ്റവും ചെറിയ തീയിലിട്ടതിന് ശേഷം ഒരു മൂടി അതിന് മുകളിലേക്ക് വെക്കുക. കണ്ടില്ലേ, കറക്റ്റ് ആയിട്ടുള്ള ഒരു മൂടി വെച്ചിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് വെള്ളം മതി കേട്ടോ. എന്നിട്ട് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ആവണത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ പാത്രത്തിന്റെ മുകളിലായിട്ട് ബബിൾസ് ഒക്കെ ഇങ്ങനെ വരുന്നത് കാണാം. തിള വരുന്നത് പോലുള്ള ബബിൾസ് ഇല്ലേ, ഈ സമയത്ത് നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പം നമുക്കതിന്റെ തീ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് ഒന്ന് ആറി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ മൂടിയുടെ ആ ചൂടൊക്കെ ഒന്ന് മാറുന്നത് വരെ. അപ്പോൾ ഇതേ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് മാറ്റി അതിനകത്തുള്ള സംഭവം റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഞാൻ ഈ സംഭവം കണ്ടപ്പോൾ ഇതിന് വലിയ കളറും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലാന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ ഇത് റെഡി ആകുമോ, കൈ ചുമക്കുമോ എന്നൊക്കെ ഉള്ള ഒരു വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കുറച്ച് വെള്ളം എനിക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാനതെടുത്ത് ഒരു പാത്രത്തിനകത്തേക്ക് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ സമയത്ത് ഒരു അബദ്ധം പറ്റി, മൈദയുടെ അളവ് കുറച്ചൊന്ന് കൂടിപ്പോയി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് മൈദ ഇട്ടാൽ മതി. കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ കുറഞ്ഞാലും നമുക്ക് കുറച്ചും കൂടി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനിയൊരു ഈർക്കിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൈവച്ച് ഒരിക്കലും മിക്സ് ചെയ്യരുത്, കാരണം ഇത് നല്ല റെഡിഷ് ആയിട്ട് തൊടുന്ന സ്ഥലത്തൊക്കെ നല്ല റെഡിഷ് ആയിട്ട് വരുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് കയ്യിലിടാനുള്ള, അതായത് നമ്മുടെ ഡിസൈൻ ചെയ്യാനുള്ള കോണായിട്ടും കൂടി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇത് കുറച്ച് ലൂസായിട്ട് എടുത്തിട്ട് നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് കവറിൽ കോൺ രൂപത്തിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലെ ഉള്ളനടിയിലൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള കോണായിട്ടും ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇതേ ഞാനൊരു ഈർക്കിൽ ഉപയോഗിച്ച് നമ്മുടെ നഖത്തിലൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. നഖത്തിന്റെ ചുറ്റുഭാഗത്തുള്ള സ്കിന്നിൽ ടച്ച് ചെയ്യാണ്ട് നോക്കണം. ആ സ്കിൻ ഭാഗങ്ങളൊക്കെ നല്ല റെഡിഷ് ആയിട്ട് ചുമന്നു വരും. അപ്പോൾ അത് സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ വിരലുകളുടെ എന്താ പറയുക, എല്ലാ വിരലുകളിലേക്കും ഞാൻ ആ മൈലാഞ്ചി ഇടുന്ന പ്രോസസ്സിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
അവസാനം നമ്മുടെ 5 വിരലിൽ നമ്മൾ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവനെ ഒന്ന് ഉണങ്ങാനായിട്ട് വിടാം. അപ്പൊ ഞാൻ രാത്രി ഒരു 12 മണിക്കാണ് ഈ സംഭവമൊക്കെ നഖത്തിലിട്ടത്. എന്നിട്ട് അങ്ങനെ പോയി കിടന്നുറങ്ങി. രാവിലെ ഒരു 4 മണിയായപ്പോഴാണ് കേട്ടോ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്. അത്രയും സമയം ഞാൻ നഖത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഈ കോൺ ഉപയോഗിക്കുന്ന സമയത്ത് 2ഉം 3ഉം തവണയൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ കോൺ മൈലാഞ്ചി ഇട്ട് കൊടുക്കണം. എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കളർ നഖത്തിന് കിട്ടാറുള്ളൂ. പക്ഷെ ഞാൻ ഒറ്റ തവണ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു 4 മണിയായപ്പോഴേക്കും നമ്മൾ ഈ നഖത്തിൽ നിന്ന് ഈ സംഭവം ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കളർ. നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല കളർ എനിക്ക് കിട്ടാറുണ്ട്. ജീരക മൈലാഞ്ചിയൊക്കെ ഇടുന്ന സമയത്ത് 2ഉം 3ഉം തവണ ഇട്ടാലേ ഈ ഒരു കളറിലേക്ക് എനിക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ ഈ ഒരു മൈലാഞ്ചിയൊക്കെ റിമൂവ് ചെയ്ത് അതിലങ്ങനെ തന്നെ വിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞ് നേരം വെളുത്ത് നോക്കുന്ന സമയത്താണ് എന്നെ ശരിക്കും നെട്ടിച്ച് കളഞ്ഞത്. അതിനേക്കാളും സാധാരണ നമ്മൾ മൈലാഞ്ചി റിമൂവ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന കളറിനേക്കാൾ കൂടുതലായിട്ട് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 100% എനിക്ക് സക്സസ് ആയിട്ട് തോന്നിയത്. നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തതെന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ പെരുന്നാളിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും വേറെ ആർക്കെങ്കിലും ഒന്നുകൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ കാണുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.